വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഇഫ്താറിനും അതേപോലെ തന്നെ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമുണ്ടൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉംറക്ക് പോകുന്നത് വന്നതിന് ശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അറിയാത്തതുണ്ടായിരുന്നു. അപ്പോൾ എന്താ വീഡിയോ ഇടാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉംറക്കൊക്കെ പോയി വന്നിട്ട് പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉംറയൊക്കെ അൽഹംദുലില്ലാ ഭംഗിയായിട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ദുആയിൽ. ഇതൊരു പേരിട്ടിട്ടില്ല കേട്ടോ, നമുക്കിഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കണം കേട്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തലേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇത് എത്ര നേരം വെക്കുന്നോ അത്രയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ ചിക്കൻക്ക്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കുക. നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നേരത്തെ കുരുമുളക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി. അപ്പോൾ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കൂല കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് വേണം ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓയിലിൽ കിടന്നിട്ട് വേണം കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ പരമാവധി ചെറുതാക്കിയിട്ട് അരിയുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മസാല അരിച്ച് വെച്ചിട്ടുണ്ടായില്ലേ, ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ
ചിക്കനിലും ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ചിക്കനിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങും ഇതിന്. ഇനി നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഈ ഉരുളക്കിഴങ്ങൊന്ന് മൂടി മാറ്റിയതിന് ശേഷം ഇളക്കി കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് എന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ചട്ടം വെച്ചിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ച് വെക്കാം. അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് വെന്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഉടക്കുന്നില്ല കേട്ടോ. ചില ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉടയാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഉടച്ചതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ചിക്കനൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് ചിക്കനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് മൂടി ഒന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മിക്സിയിലിട്ട് അടിച്ചാലും മതി കേട്ടോ. അതിനും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ മുട്ടയിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് പോരായ്ക്കുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. ഫ്രൈ പാനിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഴിയുള്ളൊരു പാത്രമാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ നെയ്യോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യായാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് കൂടണ്ട. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കുട്ടിയിൽ നിന്ന് പകുതി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ പൊരിച്ച് വെച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മുസറല്ല ചീസ്. മുസറല്ല ചീസ് ഞാൻ ഇതിലേക്കൊരു 3/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മുസറല്ല ചീസ് ഇല്ലാന്ന് ചോദിച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ. മുസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാനിതിലേക്കൊരു 3/4 കപ്പ് മുസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക.
ബാക്കിയുള്ള മുട്ടക്കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചില്ല ചീസൊക്കെ ഇട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് ഇതിൽ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. മുകളിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മറിക്കാം. അപ്പോൾ നമുക്കിത് റെഡിയായോ നോക്കാം. റെഡി ആയിട്ടുണ്ട്. അടിഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇതേ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മറിച്ച് കൊടുക്കാം. എന്നാലേ ഈ ഒരു സൈഡും കൂടിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച അതേ പാൻ തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിൽ ഓയിലൊന്നും ഇനി വേറെ ഒഴിക്കാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2-3 മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വശം കൂടിയിട്ട് ആവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. റമദാനൊക്കെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.